ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറി ക്രിസ്തുമസ് സൗഹൃദ സംഗമം നടത്തി. ചെർപ്പുളശ്ശേരി സെന്റ് മേരീസ് ചർച്ച് വികാർ ഫാദർ നിതിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നന്മ ചെയർമാൻ അഡ്വക്കേറ്റ് പി.വി. ഷഹീൻ പരിപാടിയിൽ അധ്യക്ഷനായി. ഒരു ഉമ്മ പെറ്റ മക്കളാണ്, ഒരു മുത്തുമാലയിൽ കോർത്ത മണികളെ പോലെ അത്രയും രമ്യതയിൽ ഒത്തൊരുമയോടെ ജീവിക്കേണ്ടവരാണെന്ന ബോധ്യം, പരസ്പരം സഹകരിച്ച് താങ്ങും തണലുമായി ഈ ഭൂമിയിൽ നിലകൊള്ളേണ്ടവരാണെന്ന ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് നന്മ എന്നൊരു സ്ഥാപനത്തെക്കുറിച്ച് 10 വർഷം മുമ്പ് നമ്മൾ ചിലർ ചിന്തിക്കാനിടയായതും അത് ഇത്രത്തോളം വളരാൻ സാഹചര്യമുണ്ടായിരുന്നു. ചെർപ്പുളശ്ശേരി സെന്റ് മേരീസ് ചർച്ച് വികാർ ഫാദർ നിതിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്ത് ക്രിസ്മസ് സന്ദേശം കൈമാറി. ഈ വർഷത്തെ ക്രിസ്മസ് അല്ലെങ്കിൽ ആഘോഷങ്ങൾ നൽകുമ്പോൾ ഞാൻ അതിന്റെ സന്ദേശമായി ഏറ്റവും ആദ്യമേ തന്നെ പറയുന്നത്, നമ്മുടെ ഈ ഉള്ളിന്റെ ഉള്ളിൽ പുത്തൻ ഉണർവുകളിലൂടെയും പുത്തൻ ആശയങ്ങളിലൂടെയും നമ്മൾ മുമ്പോട്ട് വരുമ്പോഴാണ് ഓരോ വർഷത്തെയും നമ്മുടെ ഏത് തന്നെ പെരുന്നാളായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പെരുന്നാളുകളായിക്കോട്ടെ, ഓണാഘോഷങ്ങളായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഓരോ വർഷവും നമ്മുടെ ഉള്ളിൽ പുത്തൻ ആശയങ്ങളെ വളർത്തിയെടുക്കുവാനായിട്ട് നമ്മൾ സാധിക്കണം. ജനുവരി 1-ാം തീയതി മുതൽ നമ്മൾ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും കഴിഞ്ഞതിനെയൊക്കെ മാറ്റിവെച്ചുള്ളവരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പ്രകാരമാണ്, പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുക എന്നാണ്. പുതിയ വസ്ത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ പഴയതിനെ മാറ്റി വെച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾ, പുത്തൻ ഉണർവുകളിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഞാനൊരു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ നന്മ സാംസ്കാരിക കേന്ദ്രം ഇനിയും വരും വർഷങ്ങളില്, ഭാവി വർഷങ്ങളിലൊക്കെ കൂടുതൽ പുതിയ പുത്തൻ ഉണർവുകളിലേക്ക്, പുത്തൻ ആശയങ്ങളിലേക്കൊക്കെ കടക്കുമെന്ന് ഇവിടെ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഓരോ ആശയങ്ങളുമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവരെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നത്. നമ്മളൊക്കെ എല്ലാ മതങ്ങളിലും അവരവരുടെ തിരുനാളുകൾ അല്ലെങ്കിൽ പെരുന്നാളുകൾ അവരുടേതായ മതത്തിൻ്റെതായ ആഘോഷങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ജോയ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി എ കെ രാജഗോപാൽ നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി.